Hello guys, welcome back to Rio Gaming. This is part 4 of Minecraft series. ഇപ്പോൾ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പാർട്ട് 4 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂച്ചേനെ ടൈം ചെയ്യാൻ നോക്കിയിട്ട് ബാക്കിയായത് നമുക്ക് നടക്കണില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വീടൊന്ന് ശരിയാക്കാം. നമുക്ക് വീട് കുറച്ച് സ്റ്റോൺ കൊത്തിയെടുത്ത് നമുക്ക് സ്റ്റോൺ വെച്ച് ശരിയാക്കാം. വീട് സൈഡൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്ത് നമുക്ക് സെറ്റാക്കാം. യു സ്കെൽട്ടൺ അകത്തിരിക്കണം. നമ്മൾ സ്കെൽറ്റനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്കെൽറ്റനാണ് നമ്മൾ കൊന്നത്. മാർബിളുണ്ട്. മാർബിൾ വീട്ടിൻ്റെ അകത്തിടണം. മാർബിൾ വീട്ടിൻ്റെ അകത്തിടണം. വേണ്ട, നമുക്ക് കുറച്ച് സ്റ്റോൺ കൊത്തിയെടുത്തിട്ട് നമുക്ക് സ്റ്റോൺ വെച്ച് കുറച്ച് ഇത് ചെയ്യാം. മാർബിൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് മാർബിൾ വെച്ചാൽ ഇത് ചെയ്യാം. ഇതൊക്കെ എവിടെ നിന്ന് സാറിന് താഴെ വേറുണ്ടാ? ഉള്ളതെല്ലാം തീർന്നു. ഭാഗ്യം, കുറേ അടി കിട്ടി. എടുത്ത് ഫുള്ള് പോയി. ഒരു ബ്രെഡ് കഴിക്കാം. വേറെ ഒന്നുമില്ല. ഫർണസ് കത്തിക്കാനാണെങ്കിൽ കോള് കാണും, അല്ലാതെ വേറെ ഒന്നും വെച്ച് പറ്റൂലെന്ന് തോന്നണം. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാ വേറെ വല്ലതും വെച്ച് ഇത് കത്തിക്കാൻ പറ്റുമോ? ഫർണസ് കത്തിക്കാൻ പറ്റുമോ? വുഡ് വെച്ച് പറ്റുമോ? വുഡ് വെച്ച് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പറയാം. എനിക്ക് അറിഞ്ഞാത്തൊന്നാണ് ഗൈസ്. ഒന്ന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യണില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യൂ. എന്നാലേ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. എത്രയായി നോക്കട്ടെ. 31 കുറച്ച് കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം ഇത്രയും കൊണ്ട് വച്ച് നോക്കാം. കുതിര നമുക്ക് ഇതിന് സാഡൽ വേണം. കുതിരയാണോ ടേമയാണോ എൻ്റെ കുതിര പിറത്തിരുന്ന് ശവ. ഇത് നമുക്ക് ഇവിടെ അടയ്ക്കാം. നമുക്ക് എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് മേളിൽ ഫുള്ളങ്ങ് കവർ ചെയ്താലേ നമുക്ക് ലാസ്റ്റ് നോക്കാം. കഴിച്ചല്ലേ എന്തായാലും ശവൽ. അയ്യോ, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വേണം കാണാനുള്ളത്. പ്ലീസ് ഗൈസ്, അപേക്ഷയാണ്. ലൈക്ക് ചെയ്യൂ ഗൈസ്. 4 സമയം ഇരുട്ടാറായിട്ടുണ്ട്. ഫുഡില്ലേ? ഫുഡുണ്ട്. ഇതേപോലെ നമ്മൾ മേളിലും ചെയ്യും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൂടെ വയ്ക്കാം. നമുക്ക് സൈഡിലൊക്കെ അല്ലെങ്കിൽ നടുക്കൊന്നും അല്ലാതെ ഇങ്ങനെ വല്ല വെറൈറ്റി സെറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് മാത്രമാണോ ബാക്കും കൂടെ വേണോ? നമുക്കിത് ചെയ്തിട്ടൊന്ന് കിടക്കാം ഈ സൈഡ് ഫുള്ള്. എന്നിട്ട് രാവിലെ ആക്കാം. അമംഗസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയാം. അമംഗസിൻ്റെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാം പറയണം ഗൈസ്, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്ലീസ് നിങ്ങൾ പറയണം. എനിക്കല്ലെങ്കിൽ ഒരുമാതിരി ആയിരിക്കും. ശവൽ നമ്മൾ പിന്നെ ഇവിടെ ഇത് വയ്ക്കണം. ഇതേപോലെ ഫുള്ള് കുഴിക്കണം ഗൈസ്. നമുക്ക് കുഴിക്കാം. രാത്രി ആവാറായി. നല്ല റിസ്ക്കാണ്. സ്കെൽട്ടണൊക്കെ വന്ന് നമ്മളെ കൊന്നു കളയും ഗൈസ്. വന്ന് പറഞ്ഞില്ല അപ്പോഴത്തേക്കും എഴുതുന്നുണ്ട് കുറേ. അപ്പോൾ നമ്മൾ ചാവും ഉടനെ. പീപ്പറൊക്കെ താഴെ കിടന്ന് വിളയാടും. നമുക്ക് അങ്ങനെ ഇവിടെ ഇത് ഫ്രണ്ടായി. നമ്മളെ ഇവരെയൊക്കെ വില്ലേജേഴ്സിനെ സോംബി പിടിക്കുമെന്ന് അറിഞ്ഞൂടെ. സോംബി പിടിച്ചാൽ നമുക്ക് പണിയാവും. സോംബീനെയൊന്നും കാണാനില്ല അധികം. സോംബിയൊന്നും കാണാം. അതുകൊണ്ട് ഒരു സോംബി അവിടെ സ്കെൽട്ടൺ ബാക്കിലിരിക്കണം. അതുകൊണ്ട് അതെന്തോന്ന് ജീവി? കുതിര.
ഈ മൃഗങ്ങളെ ഇതുങ്ങളൊന്നും ചെയ്യൂലേ. നമ്മളെ സോംബി കണ്ടു നമ്മളെ താഴോട്ട് വരാൻ. ഒരു തലയിൽ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അയ്യോ പാടി ഇതാണ് വയ്ക്കോളൂ. അപ്പം ഇത്ര ഇത് ഫുള്ളായിട്ടുണ്ട്. കിടക്കാൻ ഗൈസ്. നമുക്ക് കുറേ ഹെൽപ്പ് പോയി. ഒരു ഇതേ ഉള്ളൂ സാൽമൺ മീനിൻ്റെ 1 മിനിറ്റേ നമ്മളേ ഉള്ളൂ. ഇപ്പോൾ കിടന്നുറങ്ങിക്കോ. എനിക്ക് നമുക്ക് ഈ വീട്ടിലകം വല്ലതും ചെയ്യണം. റോ ബീഫ് കൊബിൾ സ്റ്റോൺ വേണ്ടേ? ഇത്ര കൊബിൾ സ്റ്റോൺ ഉണ്ട്. നമുക്ക് ബ്ലാക്ക് വൂൾ ഇവിടെ ഇരിക്കട്ടെ, ഈ മീറ്റ് ഇവിടെ ഇരിക്കട്ടെ, ലെതറും ഇവിടെ ഇരിക്കട്ടെ, സ്കെൽട്ടൻ്റെ ഇത് എല്ലും അമ്പും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫെർണസ് എങ്ങനെ കത്തിക്കാൻ, വുഡ് വെച്ച് കത്തിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം വുഡ് വെച്ച് പറ്റുമോ. എനിക്ക് അറിഞ്ഞൂടാ വുഡ് വെച്ച് കത്തിക്കാൻ പറ്റുമോ. അയ്യോ പറ്റും പറ്റും ഗൈസ്. വുഡ് വെച്ച് പറ്റും. വുഡ് വെച്ച് പറ്റും. അപ്പം നമുക്ക് അതവിടെ നിന്ന് കത്തട്ടെ. അപ്പം നമുക്ക് വുഡ് കുറച്ചെടുത്താൽ മതി. ഇത് കിട്ടി പൊട്ടി നശിപ്പിച്ച്. ഡോറും പോയി. എൻ്റെ എന്തൊരവസ്ഥ ഗൈസ്. കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു വച്ചേരി വീടും എല്ലാം പോയി. പട്ടി ക്രീപ്പർ ഊച്ചേരെ നടുക്കുണ്ട്. ക്രീപ്പറിന് ഇട്ട് കൊടുക്കും. 20 എണ്ണം തികയുന്നുണ്ട്. ഒരു ഡോറ് നമ്മളെ ഇല്ലല്ലേ. ആ ഡോർ എവിടെ തെറിച്ച് പൊട്ടണേ. ഒരു ഡോർ ഭാഗ്യത്തിന്. നമുക്ക് ആ ഒരു ഡോർ എവിടെ നിന്ന് വരണം. റോ മീറ്റ് വെച്ചേക്കാം. നമുക്ക് മറ്റേ വില്ലേജറിന് കൊടുക്കാം. 20 എണ്ണം തികഞ്ഞു പോയിട്ട് നമ്മളെ ഹെൽത്ത് ഫുള്ള് പോയി ഗൈസ്. ഇവിടെ ഫുള്ള് ശരിയാക്കണം. ഇവിടെ ഒരു ലോഡ് എൻ്റെ ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് വന്നോളൂ. ഇത്ര കഷ്ടപ്പെട്ട് കെട്ടിയത്. അയ്യോ തികയുമായിരിക്കും അല്ലേ. തികയുമായിരിക്കും. ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങളിനി ഹാർഡ് കോർ സീരീസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. 100 days ഇൻ ഹാർഡ് കോർ. ഓക്കെ നമുക്കിനി അവിടെ കൊബിൾ സ്റ്റോൺ വയ്ക്കണം. അതായത് ഷീപ്പ് അതിനും കൂടെ നമുക്ക് കൊന്നു നെല്ലി. ബ്ലാക്ക് വൂള് കിട്ടി. കുറച്ച് സാൻഡ് അങ്ങ് എടുക്കാം. ഡേർട്ട് വെച്ച് കയറാം. ഡേർട്ട് വെച്ച് അങ്ങ് കയറാം. പോകേണ്ട സ്കെൽറ്റ് നമുക്കിതാ ഈ ഡേർട്ട് കളഞ്ഞിട്ട് ഇതിങ്ങനെ എടുക്കാം. കൊബിൾ സ്റ്റോൺ വയ്ക്കാം. ഇത് ഇത്ര വയ്ക്കാൻ തികയുമായിരിക്കും. നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് നല്ല ഡിസൈൻ കൊടുക്കണം. കാരണം ഫ്രണ്ടിലാണ് പെട്ടെന്ന് എല്ലാവരും കാണുന്നത്. നമ്മളെ ഫുഡില്ല. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണം. നമുക്കിത് ഫുള്ളും തികയുമായിരിക്കും. ഉറപ്പായിട്ടും ഫുള്ളും തികയുമായിരിക്കും. ഇതാണ് ഇല്ലേ നമുക്കിത് ഫുള്ളങ്ങ് കുഴിക്കാം. ഒറ്റയടിക്കങ്ങ് കുഴിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങാം. എന്നിട്ട് ഇവിടെ നിന്ന് 27 എണ്ണം ഉണ്ട്. ഉറപ്പായിട്ടും തരുന്നു. അയ്യോ സ്കെൽറ്റൺ സൈഡിൽ നിന്ന് അടിക്കും. നമുക്ക് അതിനെ കൊല്ലാൻ ഷീൽഡ് കാണുമോ? നമുക്കൊരു ഷീൽഡ് എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
ഓ നമുക്ക് ഷീൽഡ് ഇല്ലാത്തതാണ് ഗൈസ് പ്രശ്നം. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡിന് അയണാണ്. അയണിന് മൈനിങ് ചെയ്യണം. ഫുഡും ഇല്ല. ഒരു സാൽമൺ ഇത് കഴിക്കാൻ കുഴപ്പമില്ല. നമുക്കൊന്നും ആയിട്ടില്ല. നമുക്കിനി വല്ലതും കഴിക്കാൻ വീട്ടിൽ പൊട്ടറ്റോ ഉണ്ടെന്ന്. നമുക്ക് അത് കഴിക്കാം. ഇനി പറഞ്ഞിപ്പോയി നമുക്ക് 2 നില കെട്ടണമെങ്കിൽ ഉറപ്പായിട്ടും കെട്ടാം. നമുക്ക് വേണമെങ്കിൽ 2 നില കെട്ടാം. 2 നില എന്നിട്ട് നമുക്ക് വെറൈറ്റി സ്ക്വയർ മാറ്റി വേറെ വല്ല സൈഡെല്ലാം വെട്ടിക്കളണമെങ്കിൽ പറയാം. അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഫുഡ് കഴിക്കാം. പൊട്ടറ്റോ ഉണ്ട്. നമുക്ക് ഈ 3 അമ്പെടുത്ത് ഇവിടെ വയ്ക്കാം. അപ്പം കഴിക്കാൻ കുറച്ച് ഫുഡ് നല്ലോണം കഴിച്ചിട്ട് നമുക്ക് ബാക്കി നല്ല തൊട്ടുമില്ല. ഫെർണസിൽ കൂടെ കുന്തതാണ്ട. വേറെ എല്ലാം വെച്ചാൽ കത്തോ. ഊള് വെച്ചാൽ കത്തോ. ഊള് വയ്ക്കാൻ പറ്റൂല. അപ്പം നമുക്ക് നല്ല വല്ലതും നോക്കാം. നമുക്ക് എന്തായാലും അതിനെ കൊല്ലാം. നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞുകൂടെ. ഗൈസ് മരിച്ച് ഗൈസ്. നമുക്ക് നമ്മളെ സാധനങ്ങൾ എടുക്കാം. നമുക്ക് എന്തായാലും അതിനെ കൊല്ലണം. നമ്മളെ വാശിയാണ്. നമ്മൾ ഉറപ്പായിട്ടും അതിനെ കൊന്നിരിക്കും. നമുക്കൊരു കവർ പോലെ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ പയ്യെ പോകാം. തൊട്ടില്ല. ഈ വെയിറ്റ് അടിക്കാം. പെട്ടെന്നായി അടിച്ചാല് ചവലി. ഓ നമുക്ക് പറ്റൂല ഈ അവരെ കൊല്ലം. അവർ തൽക്കാലം അവിടെ ചെയ്യട്ടെ. ഇവിടം വരെ എത്തോടാ അവരത്. ഓ നമ്മളിപ്പോൾ ചാവും. ഫുഡ് ഹെൽത്തില്ല. നമുക്കിനി എന്ത് ചെയ്യാം. നമുക്കിനി അവന്മാരവിടെ നമ്മൾ അടിക്കും. ഒരു ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടേ. ഇപ്പം അവന്മാരെ പോയി കൊല്ലായിരുന്നു. വേണ്ട രാത്രി ആകാതെ അവന്മാർ അവിടെ നിന്ന് പോകൂല. ഇനി ഫുഡിൻ്റെ കാര്യം ആവൂല. കുറച്ച് വുഡ് കളക്ട് ചെയ്തിരുന്നെങ്കിൽ വുഡ് കളക്ട് ചെയ്യാം നമുക്ക് ആവശ്യത്തിന്. കൈ വുഡില്ല. മറ്റേ ജസ്റ്റിൻ്റെ അകത്തും വുഡില്ല. നമുക്കപ്പം തൽക്കാലം വുഡ് പോയി എടുക്കാം. അവിടെ കുറേ ട്രേഡറൊക്കെ ഉണ്ട്. നമുക്ക് ഇവരെ വീട്ടിൻ്റെ അകത്ത് ഒന്നുമില്ല. ഞാൻ നോക്കിയായിരുന്നു. ഇവിടെ വുഡ് ഇവിടെ ഉള്ളു. അപ്പോൾ അവരിതൊക്കെ വച്ചേക്കണം. ഇവിടെ നിന്ന് എടുക്കാന്ന് വെച്ചാൽ ഒരുമാതിരിയായി പോവില്ലേ കൈസ്. വെറുതെ എന്ത്. അതുകൊണ്ട് അവിടെ ഒരു മരം അതും എടുക്കാം. നമുക്കത് ആ വുഡ് പോയി എടുക്കാം. ആ മരം നല്ല ദൂരത്താണ്. അപ്പുറത്ത് ഒട്ടും ഹെൽത്തല്ല ഫുഡ് എല്ലാം കുറവ് കൈസ്. നമ്മൾ ആദ്യം ഫസ്റ്റ് എപ്പിസോഡിൽ വെട്ടി പാതി വെച്ചിരുന്ന മരം നമ്മൾ ആക്സില്ല. പിന്നെ ആക്സില്ല. ഇനി വീട് വരെ പോകണം. ഉണ്ടാക്കാൻ പറ്റൂല. വുഡ് എടുക്കാം. തൽക്കാലം നമുക്ക് ഇതങ്ങ് എടുത്തോണ്ടോ. കൈ കൊണ്ട് വെട്ട. ഇതിട്ട് വെട്ടി ഇത് സ്റ്റോൺ ഇട്ടങ്ങ് വെട്ട. നമ്മൾ ആക്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൈ നമ്മൾ സ്റ്റോൺ ഇട്ട് വെട്ടണം. അയ്യോ എത്ര സമയം പിടിക്കുന്നുണ്ട്. ഒരു ആക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നു. കയ്യിൽ എപ്പോഴും ആക്സ് കൊണ്ടു നടക്കണം. ആവശ്യം എപ്പോഴാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ഷീൽഡ് ഉണ്ടാക്കാൻ അയൺ വേണം. അയൺ കോളത്തിനെ കൊന്നാൽ ശരിയാവൂല. ഇവിടുത്തെ വില്ലേജേഴ്സൊക്കെ മരിച്ചു. പിന്നെ ഞാൻ തന്നെ അയൺ കോളത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അയൺ കോളം അവിടെ ഇരിക്കും. വെറുതെ
കൊല്ലണമെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. അയൺകുളത്തിനെ ഞാൻ നിങ്ങൾ പറയാം. ആരെങ്കിലും കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അപ്പം കൊല്ലും അയൺകുളത്തിന്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത്രയും മതി. നമുക്കിനി നേരെ പോയി ഫുഡ് ഉണ്ടാക്കാം. ഇതിന് എന്നങ്ങെത്താനാന്ത് ഒരു സാഡൽ എങ്ങനെ ഉണ്ടാക്കാം? സാഡൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇവരിവിടെ കുതിരേനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തോ കിട്ടി, എൻ്റെ പേരെന്തോന്നു? ലെഡ് കിട്ടി. അത് വെച്ച് നമുക്ക് കുതിരേനെയൊക്കെ കെട്ടി എടുത്തോണ്ട് പോകാൻ പറ്റുമോ? നമ്മളെ വീട് പോകണ്ടേ? നമ്മളെ സ്പീഡ് കുറഞ്ഞ് ഫുഡില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം മരിക്കും ഫുഡില്ലാതെ. പെട്ടെന്ന് അവിടെ എത്തണം ഗൈസ്. വീട്ടിൽ എത്തിയിട്ട് പെട്ടെന്ന് ആ ഫർണസി ചൂടാക്കണം. നമ്മൾ എത്ര സ്പീഡിൽ ഇത്രയൊക്കെ സ്പീഡ് പറ്റും. ഇനി മരിച്ചാലും കുഴപ്പമില്ല, വീടിൻ്റെ അകത്താണ് ഗൈസ്. വെയിറ്റ്, ഇതിൻ്റെ അകത്ത് വുഡില്ല. നമുക്ക് ഇത് കുറച്ച് ഈ സംഭവം ഉണ്ടാക്കാം. 36 ഉണ്ടാക്കാൻ പറ്റുമോ? 36 ഫുള്ളുണ്ടാക്കാം. ആകെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കത് അറിഞ്ഞുകൂടെയിരുന്നു ഗൈസ്, ഇങ്ങനെ വുഡ് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. വുഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് 2 ഉപയോഗിക്കാം. അയ്യോ, നമ്മളെടുത്ത് കളഞ്ഞു അങ്ങനെ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് കഴിക്കാം. നമ്മുടെ ഹെൽത്ത് ഫുള്ള് ഓക്കെ. അപ്പം ഇനി ഒന്ന് കിടന്നുറങ്ങാം. അയ്യോ, കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഉറങ്ങിയിട്ട് കാണാം. എനിക്ക് അപ്പോൾ ബാക്കി പണി ചെയ്യാം. എല്ലാണോ ചാവുന്നത്, എല്ലാം ആ കുഴിക്കകത്താണ് കയറിപ്പോകുന്നത്. നമ്മൾ മറ്റേ എല്ലാം മരിക്കോട്ടെ. ഷവല് കയ്യിൽ 2 ഇതേ ഉള്ളൂ. 2 കോബിൾ സ്റ്റോണേ ഉള്ളൂ. നമുക്ക് ഇതങ്ങ് പൊളിച്ചെടുക്കാം ഫുള്ള്. അവന്മാരങ്ങ് പോയി കിട്ടി കാര്യത്തിൽ. ഒരു ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഷീൽഡ് ഉണ്ടാക്കാൻ അയൺ വേണം. നമ്മൾ സർവൈവലാണ് കളിക്കുന്നത്, ക്രിയേറ്റീവ് അല്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ സർവൈവലിട്ട് എനിക്ക് ഇതെല്ലാം നിങ്ങൾ മുമ്പിൽ കാണിക്കാതെ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ചെയ്യുന്നു. ഞാൻ സത്യത്തിൽ ക്രിയേറ്റീവ് അല്ല, സർവൈവലിൽ ഇട്ടാണ് കളിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നും കള്ളത്തരമൊന്നും കാണിക്കുന്നത്. അതിനെന്തെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തോളൂ. നിങ്ങൾക്കൊന്നും പറ്റാൻ പോണില്ലല്ലോ ഗൈസ്. അതൊന്നും ചെയ്തൊന്ന് വെച്ച് ചെയ്യൂ ബ്രോ. ഓക്കെ, ഇപ്പം കുറച്ച് മെനയുണ്ടോ, ഇപ്പം കുറച്ച് ഇത് ഭംഗിയുണ്ടോ ഗൈസ്? നമുക്ക് വേറെ ഷേപ്പിൽ ബാക്കി ഫുഡ് കൈ വെച്ചേക്കാം. ഫുഡ് തീർന്നില്ല. നമ്മളെ ഈ 6 റോമട്ട എടുത്ത് നേരെ ഫർണസി കയറ്റാം. ഇനി അതോടെ ഫുള്ള് ഒന്ന് കുക്കാവട്ടെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുറത്ത് നല്ല മഴയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത എപ്പിസോഡ് മഴ കഴിഞ്ഞെന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ. ഓക്കെ, ബൈ ഗൈസ്.